ഹലോ ഗൈസ്. അപ്പോൾ സമയം രാവിലെ 7:30 7:45 നമ്മൾ ഓഫീസിലേക്ക് പോവുകയാണ്. ബാംഗ്ലൂരിലെ ട്രാഫിക്കിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് ഇപ്പോൾ കാണാമല്ലോ. നമ്മൾ ഓഫീസിലേക്ക് പോകുമ്പോൾ ഇതുപോലെ ട്രാഫിക്കിൽ പെട്ടു പോകുമ്പോൾ നമ്മുടെ സമയം വേസ്റ്റ് ആക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ വർക്ക് ഔട്ട് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യും. ചിലപ്പോൾ നമ്മുടെ ഓഫീസിലെ കോൾസ് ക്യാബിൽ വെച്ചെടുക്കും. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ ക്യാബിൽ വെച്ച് തന്നെയായിരിക്കും എഡിറ്റ് ചെയ്യുന്നത്. കണ്ടില്ലേ നമ്മുടെ മുമ്പിൽ എന്തുമാത്രം വണ്ടി ഉണ്ടെന്ന്. ട്രാഫിക്കുകൾ കണ്ടില്ലേ? ഈ ട്രാഫിക്കിൽ ഇരുന്നാണ് ഓരോ വീഡിയോസും എഡിറ്റ് ചെയ്യുന്നതും നമ്മൾ ഓരോ കോൾസും എടുക്കുന്നതും എല്ലാം. എൻ്റെ മാത്രം കാര്യമല്ല, ഒരുതരം ടെക്കീസിന്റെ എല്ലാം അവസ്ഥ ഇത് തന്നെയാണ്. ദാ, നിങ്ങൾ റൈറ്റ് സൈഡിലെ ക്യൂ കണ്ടില്ലേ? ഇത് ഏകദേശം 1 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു ഈ ക്യൂ. ഇത് രാവിലെ 8 മണി ഓളമായി കാണും ഇപ്പോൾ. അപ്പോൾ റൈറ്റ് സൈഡിലെ ക്യൂ കണ്ടില്ലേ? എന്തുമാത്രം ക്യൂ ആണ് വണ്ടികളുടെ ക്യൂ. ഇവരെല്ലാം ഇവിടെ പോവാണോ? ഇവർക്കൊക്കെ വീട്ടിലിരുന്നാ പോരെ? അല്ല, ഇത് പിന്നെ എനിക്കങ്ങ് വീട്ടിലിരുന്നാ പോരെ? ശ്ശേ, വെറുതെ വേണ്ടായിരുന്നു അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ പിന്നെയും പൊക്കോണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ ട്രാഫിക്കുകൾ കണ്ടില്ലേ? റൈറ്റ് സൈഡിൽ കൂടെ ട്രാഫിക്, ലെഫ്റ്റ് സൈഡിൽ കൂടെ ട്രാഫിക്. ഇനി ഇതിന്റെ ഇടയ്ക്ക് ഇത് ബൈക്കാരൊക്കെ ഇടയ്ക്കൂടെ ഒക്കെ കയറി പോകുന്നു കണ്ടില്ലേ? ഒരു വഴിയുമില്ല. എവിടെങ്കിലും ഒരു ഗ്യാപ്പ് കണ്ടു കഴിഞ്ഞാൽ അവിടെ കുത്തി കയറും. എന്താ ബൈക്കൊക്കെ പോകുന്നത് കണ്ടില്ലേ? ഇവിടെ ലെഫ്റ്റും റൈറ്റും സെൻറ്ററും മൊത്തം ഇത് തന്നെ. നിങ്ങൾ റൈറ്റ് സൈഡിലെ ബിൽഡിംഗ് കണ്ടോ? അത് നമ്മുടെ മൈക്രോസോഫ്റ്റിൻ്റെ ബിൽഡിംഗ് ആണ്. കാണാൻ പറ്റുമോ എനിക്കറിയില്ല. നിങ്ങൾ യൂസ് ചെയ്യുന്ന വിൻഡോസും എക്സലും വേർഡും എന്നിവയുടെയൊക്കെ ഒരുപാട് മാസ്റ്റർ ബ്രെയിൻസ് ഇപ്പോൾ അതിനകത്ത് ഇരിക്കുന്നുണ്ടാവും. ഒന്ന് ബഹുമാനിച്ചേക്കാം അല്ലേ? അപ്പോൾ നമ്മുടെ യാത്ര പിന്നെ നമ്മളിങ്ങനെ ട്രാഫിക്കിലൂടെ തുടരുകയാണ്. നമ്മളിങ്ങനെ വീണ്ടും മുമ്പോട്ട് പോകുന്നു. അതേ സാധനം. അവസാനം നമ്മൾ നമ്മുടെ ടെക് പാർക്കിൽ എത്തിക്കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ടെക് പാർക്ക്. ഞാൻ എത്തിയ സമയം 9:30 ഞാൻ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് 7:30. 2 മണിക്കൂർ എടുത്തു 12 കിലോമീറ്റർ ദൂരെയുള്ള എൻ്റെ വർക്ക് സ്റ്റേഷനിലേക്ക് എത്താൻ. കണ്ടില്ലേ? അവസാനം നമ്മളിവിടെ എത്തിക്കഴിഞ്ഞു. അപ്പം ഇങ്ങനെ ഈ ഡ്രൈ ആയിട്ട് നമ്മളിങ്ങനെ ട്രാഫിക്കിലൂടെ പോകുമ്പോൾ നമുക്ക് ഇടയ്ക്ക് നിങ്ങളുടെ ഒരു സബ്സ്ക്രിപ്ഷനും ലൈക്കും ഒക്കെ വരുമ്പോൾ നമുക്കൊരു കുളിർമഴ പോലെയാണ്. അപ്പം വരില്ലേ നിങ്ങൾ കുളിർമഴ വഹിക്കാൻ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.